ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഇപ്പം ഇഫ്താറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇപ്പം അടുത്തിട്ടുണ്ടാവും, ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ വിശേഷങ്ങളും പിന്നെ മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണെന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു അൺബോക്സിങ് വീഡിയോ കൂടിയുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. കുറേ മുമ്പത്തെ ഒരു വ്ളോഗിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാനിവിടെ ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ആ ഒരു വ്ളോഗൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ഇക്കയുടെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോകുന്നില്ലേ, ഇവിടെ തന്നെ സെറ്റിൽ ആവാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും ഒരു മറുപടിയൊന്നും അന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ മെയിനായിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു, ഒന്നും തന്നെ ഇല്ലായിരുന്നു. ചേന മാത്രം ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടേക്ക് നിന്ന് സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ മാഷാ അല്ലാ അവിടെ ചീര, പിന്നെ തക്കാളി, വഴുതനങ്ങ, അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ളതുണ്ട് കേട്ടോ. ചീരയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇക്കാക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവാറുണ്ട്. ചീരൊക്കെ ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ അന്ന് പിന്നെ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വീഡിയോയിൽ കാണിക്കണമെന്നൊന്നും. പിന്നെ മുരിങ്ങൻ്റെ ഇല പിന്നെ ഇങ്ങനെ കുറേശ്ശെ വരുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കും. ഒരു 2 ദിവസം കൂടുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒരു തവണ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതും മാഷാ അല്ലാ വലിയ കാര്യം തന്നെയാണ്. വീട്ടിലുണ്ടായ പച്ചക്കറികൾ നമ്മൾ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയല്ലേ. ഇതൊക്കെ പാകി വെച്ചത് ഞാനാണെങ്കിലും അതിൻ്റെ കെയറിങ് ഒക്കെ ഇക്കയാണ് ചെയ്യാറ്. ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇലകളൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കേടായ ഇലകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇക്കതിന് മോര് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയ ശേഷം നല്ല ഇലകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മോര് അതുപോലെ പുളിപ്പുള്ള സാധനങ്ങളൊക്കെ കറിവേപ്പിലൊക്കെ നല്ലതാണ്. പിന്നെ കറിവേപ്പിലൊക്കെ എപ്പോഴും നമ്മൾ വെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ മോര് കലക്കിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. നല്ല ഇലകളൊക്കെ വരും, ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂട്ടോ നിങ്ങൾ. അപ്പോൾ ചീര, മുരിങ്ങൻ്റെ ഇല, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതൊക്കെ ഓരോന്നിനും ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ എടുത്ത് വെച്ചു. ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അതിലിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പൊതുവേ നോമ്പിന് അധികം പണിയൊന്നും ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഞാൻ മുമ്പൊരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാതും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക, എന്നാൽ വൈകുന്നേരത്തേക്ക് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അത്താഴത്തിനുള്ളത് സാധാ ഉച്ചയ്ക്ക് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ചോറും കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്താഴത്തിനുള്ളത് ആ സമയത്ത് ഉണ്ടാക്കി വയ്ക്കാറാണ്. വല്ലപ്പോഴും മാത്രം വൈകിട്ട് എന്തെങ്കിലുമൊക്കെ താളിക്കുകയുള്ളൂ. അപ്പം ഏതായാലും മുരിങ്ങൻ്റെ ഇല കറി കുറച്ചധികം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു, തേങ്ങരച്ച കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത്താഴത്തിനും കൂടി എടുക്കാമല്ലോ. നമ്മൾ അത്താഴത്തിന് അങ്ങനെ സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും എടുക്കാറില്ല. ഇങ്ങനെ താളിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ചോറിലേക്കുള്ള ഡിഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചോറിൻ്റെ വീഡിയോ. ഒരു ഇറച്ചിച്ചോറാണ്, സിമ്പിളായിട്ടുള്ള ചോറാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഇന്നലെ തന്നെ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ട് നോക്കുക. കിട്ടില്ല റൈസാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 15 മിനിറ്റൊക്കെ മതി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്നലെ തന്നെ ഞാൻ ഉണ്ടാക്കി ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇഫ്താറിൻ്റെ സമയത്തേക്ക് ഉണ്ടാക്കിയതായിരുന്നു, പിന്നെ റോസുനും റൂഹിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇറച്ചിച്ചോറ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ചോറാട്ടോ, ഇറച്ചിച്ചോറല്ല. പിന്നെ ഞാൻ മുരിങ്ങൻ്റെ ഇലക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുവാണ്. അതൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ കാര്യം കഴിഞ്ഞല്ലോ. കാരണം ഇഫ്താറിനിപ്പം സ്നാക്സ് ഒന്നും ഇപ്പം ഉണ്ടാക്കാറില്ല. ലാസ്റ്റൊക്കെ ആയപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഡ്രിങ്ക്സോ എന്തെങ്കിലും കുടിച്ചിട്ട് നോമ്പ് തുറക്കും. അതിന് ശേഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും റൈസ് ഐറ്റം അല്ലെങ്കിൽ പത്തിരി കറി അല്ലെങ്കിൽ ദോശ കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അല്ലാണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കാറില്ല, ഒന്നിനും നേരം കിട്ടുന്നില്ല. ഇപ്പോൾ ഒട്ടും തന്നെ നേരമില്ല. ആദ്യമൊക്കെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനും ഡ്രിങ്ക്സ് ഉണ്ടാക്കാനും വേറെ സൈഡ് ഡിഷുകൾ ഉണ്ടാക്കാനൊക്കെ നേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനും നേരമില്ല.
അപ്പോൾ മുരിങ്ങൻ്റെ ഇല കറി റെഡിയാക്കാൻ പോവുകയാണ്. മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ച് മതി, കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഉപ്പ് പിന്നെ നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കുക. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇത് നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഡിഷാണ്, ഒരു കറിയാണ് ഈ മുരിങ്ങൻ്റെ ഇല തേങ്ങ അരച്ച കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്, പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. പത്തിരിക്കാകുമ്പോൾ ഒരു പച്ചമുളകും കുറച്ചുകൂടെ മുളക് പൊടി കുറച്ചുകൂടെ കൂടുതലെടുക്കുക. അപ്പോൾ അത് നല്ലോണം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് വെന്ത ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചോറിലേക്ക് എടുക്കുക, അതുപോലെ പത്തിരി ആണെങ്കിൽ പത്തിരിയിലോട്ട് എടുക്കുക, ദോശയാണെങ്കിൽ ദോശയിലേക്ക് എടുക്കുക. നല്ല രസമാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി അടിപൊളിയായി. അപ്പോൾ നമ്മുടെ മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് റൂയിമോൾ കരഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ഉമ്മ അരപ്പൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുള്ളവർക്കും അതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു സംഭവമാണിത്. ഇത് സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. മാമ പപ്പാസായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് അവരെനിക്കിത് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇത് 100% ഹോം മെയ്ഡാണ്. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നുമില്ല. വീട്ടിലുണ്ടാക്കിയ, അതായത് ഒരു ഡോക്ടറാണ് ഇത് ഉണ്ടാക്കുന്നത്. അവരവരുടെ കുട്ടിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിങ്ങനെ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി തുടങ്ങി. അപ്പം അങ്ങനത്തെ പ്രൊഡക്റ്റാണ്. അത്രയും സേഫായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പം ആദ്യം കാണിച്ചത് സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അതുപോലെ ന്യൂട്രിമിക്സ് ആണ് പിന്നെ കാണിച്ചത്. ഇത് നട്ട്സ് പൗഡറാണ്. ഇത് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിന് ഷെൽഫ് ലൈഫ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണുള്ളത്. പിന്നെ മറ്റേതിനൊക്കെ ഷെൽഫ് ലൈഫ് വരുന്നത് 6 മാസമൊക്കെ കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ബനാന നവര മിക്സ് ഉണ്ടല്ലോ, അതൊക്കെ അവർ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്ട്സാണ്. വേറെ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുന്ന ഒന്നുമല്ല. അപ്പോൾ അത്രയും സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്ട്സൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ വീട്ടിലും അതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ല അടിപൊളി, ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സൊക്കെയാണത്. എല്ലാവർക്കും നല്ലതാണ്. വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് അല്ല. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻ്റെ കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്പീസൊക്കെ വെച്ചിട്ട് അവർക്കൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. അപ്പോൾ അതും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അതിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സേഫാണ്, എത്രത്തോളം നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂട്രി മിക്സ് വെച്ചിട്ട് നല്ലൊരു ബോൾ റെഡിയാക്കാം. ന്യൂട്രി ബോൾസ് ഒന്ന് റെഡിയാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ന്യൂട്രി മിക്സ് നിങ്ങൾക്കിപ്പം ഈ ഒരു ബോൾ മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന എല്ലാതും ഇത് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. മൈദക്ക് മീൻസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് ഈ ന്യൂട്രി മിക്സ് പൗഡർ യൂസ് ചെയ്യാം. പിന്നെ ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതുപോലെ കോൺഫ്ലോറിന് പകരം നമുക്ക് സൂപ്പ് തിക്കൻ ചെയ്യാനും അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ ഈ ന്യൂട്രിമിക്സ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. നല്ല പാക്കിംഗ് ഒക്കെ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത് 6 മാസമൊക്കെയാണ്. പിന്നെ നട്ട്സിൻ്റെ പൗഡർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത് ഓൾറെഡി വറുത്തിട്ടാണ് അവർ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ബോൾസ് ആക്കുമ്പം നമ്മൾ കുക്ക് ചെയ്യാണ്ട് ബോൾസ് ആക്കാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പം ന്യൂട്രി മിക്സ് ഈ പൗഡർ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പം ചെറുതായിട്ട് ചെറിയ ചൂടിൽ വേണം ഇത് എന്താ പറയുക ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സിൻ്റെ ഒരു പൗഡർ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഉള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. ഇപ്പം ന്യൂട്രി മിക്സിൻ്റെ പൗഡറിൽ മെയിനായിട്ടുള്ള ചേരുവകൾ 13 ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വീറ്റ് ഉണ്ട്, ഗോതമ്പുണ്ട്, അതുപോലെ അരിയുണ്ട്, പിന്നെ കടലയൊക്കെയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറുപയർ, മുതിര, അതുപോലെ വേറെ പയർ വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന അത്യാവശ്യപ്പെട്ട 13 ചേരുവകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ചേരുവകളല്ലാതും നല്ല അടിപൊളി സാധനങ്ങളാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക്
ഒരു കപ്പ് ഞാനിപ്പോൾ 400 ഗ്രാം ന്യൂട്രിമിക്സിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ട് 1 കപ്പ് തേങ്ങ ചെരുവിയതും 1 കപ്പ് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അങ്ങനെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒന്നുണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് പൗഡറും കൂടി ചേർത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, സംഭവം ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ പയറിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നട്ട്സ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇതിലോട്ട് വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ശർക്കര ബ്ലെൻഡ് ചെയ്തെടുത്തു. കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ശർക്കര ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തു. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം ചേർക്കാനുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ തേങ്ങ ചെരുവി ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ പിന്നെ ബ്ലെൻഡ് ചെയ്യേണ്ട, ലാസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ഒരു പരുവത്തിന് വേണ്ടിയിട്ട് തേങ്ങ ചെരുവിയത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നിൻ്റെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്ക് ഉപ്പിൻ്റെ വെള്ളം കുറച്ച് ഇതിലോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ശർക്കര ബ്ലെൻഡ് ചെയ്ത പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മളത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം അത് നന്നായിട്ട് ഒരു ബോളായിട്ടുള്ള പരുവത്തിലായി വരും. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് പോകും. നമുക്കിതൊരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കട്ടി പാടുള്ളൂ. വല്ലാണ്ട് സോഫ്റ്റ് ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ഹാർഡ് ആവാനും പാടില്ല. അപ്പോൾ കൈകൊണ്ട് ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലോണം അത് എന്താ പറയുക, ബോൾ പരുവത്തിലായിപ്പോവും. ആദ്യമൊക്കെ വെള്ളം കുറച്ചുകൂടെ വേണമെന്നൊക്കെ തോന്നും, പക്ഷേ ഒഴിച്ചു കൊടുക്കരുത്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കമ്പൈനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ന്യൂട്രി ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ബോളൊക്കെ കഴിച്ചാൽ മതി. അത്യാവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും. ശർക്കരയാണ് നമ്മൾ ഇതിലോട്ട് മധുരത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ശർക്കര എടുത്തിട്ടുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മധുരം ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് ശർക്കര എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പ് തുറന്ന ശേഷമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചുകൂടെ നട്ട്സ് പൗഡർ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഇതിലോട്ട് കുറച്ച് നട്ട്സ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സ് പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കിടിലായിരുന്നു. കാരണം ഇതിൽ ചെറുപയറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മൾ ചെറുപയർ വറുത്ത് പൊടിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം പുറത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ തേങ്ങ ഒക്കെ കുക്ക് ചെയ്യാണ്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ മധുരമൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. റൂയിമോൾ കണ്ടോ, റൂയിമോൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കിട്ടണം. അപ്പോൾ അതുപോലെ ചെറിയ കഷ്ണങ്ങൾ കൊടുക്കുമ്പം അവൾ അത് കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത്രയും ഹെൽത്തിയുമാണ്, എന്നാൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണിത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം ഒരു ഡോക്ടറല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും പിന്നെ യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും എഴുതി അറിയിക്കണം കേട്ടോ. ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നത് വെറും 5-6 ദിവസമൊക്കെ ആയിരിക്കും. അതും വൈകിട്ട് പോവും, പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ഇക്കയുടെ വീട്ടിലോട്ട് തന്നെ വരും. അങ്ങനെയാണ്. കാരണം ഇക്കയുടെ സിറ്റുവേഷൻ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം നമ്മൾ വൈകിട്ടൊന്ന് പോയി വരും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പം എൻ്റെ ഇക്കാക്കും മോനും കൂടി വെറുതെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞു ഒന്ന് പോയി പോര്. കുട്ടികൾക്കൊക്കെ ഉമ്മമാരെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ വലിയ രസമാണ്. പ്രത്യേകിച്ച് റോസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ വരണമെന്ന് പറയുമ്പോൾ. അപ്പോൾ നോമ്പ് തുറക്കാൻ ഒരു 1 മണിക്കൂറും കൂടി ബാക്കിയുള്ള സമയത്താണ് ഞാനിവിടെ എത്തിയത് കേട്ടോ. അപായം കൂടി അയച്ചു വെച്ചിട്ടില്ല, നേരെ കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ ഉമ്മ നമ്മളെ കണ്ടപ്പോൾ വേഗം പക്കവടയും എന്തൊക്കെയോ അവിടെ ഫ്രൈ ആക്കുന്നുണ്ട്. അതുപോലെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാണ്ട് ഉപ്പ് അങ്ങനെ തിരിഞ്ഞടക്കുന്നുണ്ട്. അപ്പം അവിടെ ചിക്കൻ്റെ വിങ്സ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേഗം ഇത് ഉണ്ടാക്കാം, ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കി തരാനായിട്ട് ഞാൻ തന്നെ അത് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനുള്ള വിങ്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സോയ സോസും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കോൺഫ്ലവർ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക.
എന്നിട്ടത് ഫ്രൈ ചെയ്തിട്ട് ഒരു സോസിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ പിന്നെ ഏതായാലും കുട്ടികൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അബായിട്ടിട്ട് വീഡിയോ എടുക്കുന്നു കേട്ടോ. കാരണം വന്ന പാടെ കിച്ചണിലോട്ട് കയറിയതാണ്. അപ്പം എന്താ പറയുക, ഉമ്മാക്കാണെങ്കിൽ നമ്മളൊക്കെ വരുമ്പം എന്തെങ്കിലും തന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള സമയം വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഉമ്മ. കാരണം സാധാരണ ഇപ്പോൾ ലാസ്റ്റൊക്കെ നോമ്പായില്ലേ, അപ്പം നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. വലിയ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളിപ്പം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം പിന്നെ നമുക്ക് ഒരു സോസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉപ്പ എപ്പോഴും ഒന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെയാണ് ഇത് ഫ്രൈ ആക്കാറ്. അപ്പം എപ്പോഴും എന്നോട് പറയും ഒരു ദിവസം ഉണ്ടാക്കുമെന്ന് പറയും. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ഉണ്ടാക്കാനുള്ള സമയം എത്തിയത് കേട്ടോ. ഉപ്പാക്ക് അത് സാധാ ബ്രോസ്റ്റഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ മസാല വെച്ചിട്ട് ഫ്രൈ ആക്കലാണ്. അപ്പോൾ ഇത് ടൊമാറ്റോ സോസും പിന്നെ മുളക് പൊടി, പഞ്ചസാര, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്കുള്ള ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കുള്ള പ്രൊഡക്ട്സ് ഒക്കെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ അഡ്രസ്സാണ്. എൻ്റെ വീട്ടിലെയും അല്ലെങ്കിൽ ഇക്കാടെ സിസ്റ്ററുടെ വീട്ടിലോട്ടൊക്കെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്കൊക്കെയാണ് സാധനങ്ങൾ വരിക. അപ്പോൾ കൊറിയറൊക്കെ പോയി വാങ്ങിക്കാൻ ഒരാൾ വേണമല്ലോ, അപ്പം ഇവിടെയൊക്കെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോസ് ഒന്ന് കുക്കാവണം. എന്നിട്ട് നമ്മളിതിലോട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്, ചിക്കൻ്റെ വിങ്സ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം സോസ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലോലിപോപ്പ് റെഡിയായി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ കുട്ടികളുടെ കാര്യം പറയണ്ട, കുട്ടികൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലും കൂടുതൽ ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ അതവരുടെ പ്ലേറ്റിൽ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെ കണ്ടിട്ടില്ല, എല്ലാവർക്കും ഒരു പീസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മ പക്കവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പഴം കൊണ്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ലോലിപോപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. എന്താ പറയുക, നമ്മൾ വീട്ടിലോട്ട് വെറുതെ ഒരു റിലാക്സേഷനിൽ വരുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ട് കൊടുക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ കലപിലാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ പിന്നെ ഉപ്പാക്ക് നിർബന്ധമാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരെയും കുട്ടികളൊക്കെ വിളിച്ച് ടേബിളിൽ ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ടേബിളിൽ നിറയുണ്ട്, നമുക്കിരിക്കാനുള്ള സ്ഥലമില്ല. പിന്നെ റോയിമോളൊന്നും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാത്തത് വേറെ ഒന്നും കണ്ടില്ല, നമ്മൾ പോകാൻ നിൽക്കുവാണ്. നമ്മൾ നോമ്പ് തുറന്ന് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോവും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ആ സമയമാകുമ്പോൾ എത്തും. പിന്നെ ഒരു 3-4 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് നോമ്പ് തുറന്ന ശേഷം പിന്നെ എൻ്റെ ബ്രദർ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരും. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കാറ് ഇവിടെ. പിന്നെന്താ, ഇൻഷാ അല്ലാഹ് ഇനി ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് നിൽക്കാമല്ലോ. റീന് പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ല. പക്ഷേ റോസും അങ്ങനെയല്ല. റോസൊന്നും ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തും, ഇങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണല്ലോ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളത്. ഇത് അനിയത്തിൻ്റെ മോനാട്ടോ, ലാസ്റ്റത്തെ മോനാണ്. അബാനാണ് പേര്. റോസിൻ്റെ ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തതാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്കാക്കയുടെ വൈഫ് എവിടെയെന്ന്. ഇക്കാക്കയുടെ വൈഫിന് പ്രഗ്നൻ്റ് ആണ്, ഡെലിവറി ആവാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഡെലിവറി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പുതിയൊരു മെമ്പറും കൂടി നമ്മുടെ വീട്ടിലോട്ട് വരാൻ പോവാണ്. എല്ലാവരും ദുആയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാ എല്ലാവരും ഭയങ്കര കളിയിലാണ്. ഇനിയിപ്പം അവിടെ വൃത്തിയാക്കാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരും, അത്രയും കച്ചറാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ബഹളമൊന്നും അത്ര കണ്ട് ഇഷ്ടമില്ല. പക്ഷേ ഇവിടെ പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ പിന്നെ ഇവർക്ക് ശീലമായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ലൈക്കെങ്കിലും ചെയ്യാൻ നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.